ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്ന കുളം കണ്ട നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും നമ്മ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് നമ്മ ഏകദേശം ഒരു 1-2 മാസം എക്സാമൊക്കെ ആയ പിന്നെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അവസ്ഥ ആകെ മോശമായി കിടക്കണം. ഇലകളും വീണ് പിന്നെ ഇതിൽ തന്നെ മീനുകളൊക്കെ കിടന്നിട്ട് വേസ്റ്റൊക്കെ ആയിട്ട് ആകെ കണ്ടീഷനൊക്കെ മൊത്തം കേടായി കിടക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണത് എന്താണെന്ന് വെച്ചാൽ, ഇതിലത്തെ ഇതൊക്കെ മാറ്റിയിട്ട് ഇതിൽ കുറച്ച് മീനുകളിട്ടുണ്ടായി. ഇപ്പോൾ എന്തോരം മീനുകൾ ഇതിൽ ബാക്കിയുണ്ടെന്ന് നോക്കാൻ പോകട്ടാം. എന്നിട്ട് നമ്മൾ ഇതൊക്കെ മാറ്റിയിട്ട് നമ്മൾ വെള്ളമൊക്കെ പുതിയത് ഒഴിച്ച് ക്ലീൻ ചെയ്ത് അവരൊക്കെ വീണ്ടും അതിലേക്ക് തന്നെ ഇടും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ അസോളൊക്കെ ഒന്ന് മാറ്റി നോക്കാം. ഇതിൽ ഞാൻ കുറച്ച് അസോളം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ കംപ്ലീറ്റ് അസോളയായി. പിന്നെ ഇതേ കണ്ടില്ലേ, എല്ലൊക്കെ വീണിട്ട് വെള്ളത്തിന് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. കയ്യൊക്കെ ഇടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, പിന്നെ പാമ്പും തവളയൊക്കെ ഉണ്ടാവും. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കഴിഞ്ഞ ഷോർട്സിൽ നമ്മൾ തവളേനെ പൊക്കിയെടുത്ത് അങ്ങോട്ട് എറിഞ്ഞല്ല, അത് കുറച്ചേരം കഴിഞ്ഞ് രാത്രിയായപ്പോൾ വീണ്ടും നമ്മുടെ ടൈൽസിൻ്റെ അവിടെ വന്ന് നിൽക്കുന്ന സ്റ്റെപ്പിൻ്റെ അവിടെ എങ്ങനെ വന്നൊന്നും ഒരു പിടുത്തില്ല കേട്ടത്. എന്നിട്ട് വീണ്ടും അതിനെ പൊക്കി കളഞ്ഞിട്ടുണ്ട്. ഇനി വരോ നോക്കാം നമുക്ക് അതിനെ. അപ്പോൾ ഇതേ നമ്മുടെ കുളം നോക്കാന്ന് വെച്ചാൽ കണ്ടില്ലേ, വെള്ളമൊക്കെ കേടായി കിടക്കാണ്. മീനുകൾ ഇതിൽ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ കണ്ടിരുന്ന് ഉണ്ടോ നോക്കാം നമുക്ക്. വെള്ളമൊക്കെ വറ്റിച്ചിട്ടേ അങ്ങനെ നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അസോള മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം നമ്മുടെ ഈ ടാങ്കുകളിലേക്ക് നിറച്ചിട്ട് നമ്മുടെ അസോള ഒരു ടാങ്കിക്കും മീനുകളെ വേറെ ടാങ്കിലേക്കും മാറ്റാം. അപ്പോൾ ഇത് കോരണ്ട, സൂക്ഷിച്ച് കോരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. വെള്ളത്തിന് മണത്തിനൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മ ഇതിൽ ഒരു ചെറിയ ഓക്സിജൻ പ്ലാന്റ് ഇട്ടിരുന്നിട്ടാ, അതൊക്കെ ഇത് നല്ലോണം വലുതായിട്ടുണ്ട്, നിറഞ്ഞെന്ന് തോന്നുന്നുണ്ട് നമുക്ക്. അതേ ആദ്യം തന്നെ അസോള മാറ്റാം നമുക്ക്. ഇതേ ഗൈസ്, ഒരു കുളവാഴയല്ല സോറി, ഈ മറ്റേ ഇതിൻ്റെ പേരെന്തായാലും ആഫ്രിക്കൻ പായൽ. അപ്പോൾ നമുക്കത് നമ്മുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, നമ്മുടെ ഫ്രിഡ്ജ് ടാങ്കിൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നലെ ഈ നമ്മുടെ തവളനെ പിടിച്ചത് ഇതിൽ നിന്നാണ്. അതിലത്തെ അതേ കുറച്ച് മീനുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. ബാക്കിയുള്ള കുറച്ച് ഫീമെയിൽസ് ഉണ്ടായിരുന്നു ഇതിൽ. അതിനെ നമ്മൾ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ, ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലുണ്ടായ ചെടിയാണ് അത്. അപ്പോൾ അത് റെഡി. കണ്ടമാന അസോളായിട്ടില്ലേ, നമുക്ക് ഇത്ര ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കുക. ചെടിക്ക് ഇട്ട് കൊടുക്കണത് നല്ലതാണിട്ടത്, നല്ല വളമാണ് അവർക്ക്. അമ്മേ, അപ്പോൾ അതേ ഫ്രണ്ട്സ്, നമ്മുടെ അസോളൊക്കെ നമ്മൾ കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുറേ അസോള ഉണ്ടായി. ഇത്ര അസോള കിട്ടി നമുക്ക്, അസോളയും ഓക്സിജൻ പ്ലാന്റും ഒക്കെ ആയിട്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൽ കിടക്കുന്ന ഇലകൾ മാറ്റാട്ടാ. അപ്പം ഇതിലൊരു വാഴലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. എങ്ങനെ വന്നെന്നൊരു പിടുത്തില്ല, ചിലപ്പോൾ അപ്പുറത്തിന് എന്തെങ്കിലും കൊണ്ട് ഇട്ടതായിരിക്കാം. അമ്മേ ചെരുപ്പ്. ഇനിയിപ്പോൾ മീനിടാൻ വേറെ പാത്രം എടുക്കേണ്ടി വരുമല്ല, കുഴപ്പമില്ല. അല്ലെങ്കിൽ വേണ്ട, ഇതിലേക്ക് തന്നെ മാറ്റാം. പിന്നെ നമ്മൾ എപ്പോഴും അസോളൊക്കെ എടുത്ത് മാറ്റുമ്പോൾ ഒരു വെള്ളമുള്ള ബക്കറ്റിലേക്ക് ഇടാം കേട്ടോ. എങ്ങാനും വല്ല മീനൊക്കെ പെട്ടുണ്ടെങ്കിൽ സേഫായി കിട്ടും. അപ്പോൾ നമ്മുടെ പ്ലാൻസും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി വെള്ളം വറ്റിച്ച് മീനെ പിടിക്കാം. വേറെ ഒന്നും ഇല്ല ഇല്ല കൈസ്, ഇനിയുണ്ട്. ഇതെവിടെ ഇത്രയും വാഴയിലകളൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഇല്ല ഗൈസ്, എന്തോരം ചെളിയത്. ഇത് അൺലിമിറ്റഡ് ആണ് ഗൈസ്, എന്തോരം കോരിയിട്ടും തീരുന്നില്ല. കംപ്ലീറ്റ് അല്ലകളാണ് കേട്ടോ. ഇതിൽ ഞാൻ നമ്മുടെ പ്ലാറ്റിനം ബിഗിയറില്ലേ അതൊക്കെ ഇട്ടിരുന്നതാണ്. ചിലപ്പോൾ അതൊക്കെ ബ്രീഡായി കുഞ്ഞുങ്ങളായിട്ടുണ്ടാവും. കുഞ്ഞുങ്ങളുണ്ടായിട്ട് എന്തായാലും ഞാൻ കുറച്ചാൾ മുമ്പ് കണ്ടിരുന്നു. മതി ഗൈസ്, എല്ലാം ഇത്രയും കോരിയത് മതി. ഇനി നമുക്ക് ഇതിൽ നിന്ന് വെള്ളം വറ്റിച്ചിട്ട് മീനുകളെ നോക്കാട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് വെള്ളം ആദ്യം തന്നെ നമ്മുടെ ഈ ടബിലേക്ക് കോരിയിടാം കേട്ടോ. എന്നിട്ട് നമ്മുടെ വലിയ അരിപ്പ് വെച്ചിട്ട് കോരി വെക്കാം മീനുകളെ.
ആ അതെ ഗൈസ്, ആദ്യം തന്നെ ഒരു പ്ലാറ്റിനം ബിഗ് ഗിയർ. ആ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. ഇങ്ങനത്തെ വെള്ളത്തിൽ നമ്മുടെ ഗപ്പികൾ ഇടുന്ന നല്ല ക്വാളിറ്റി ആയിരിക്കും. പൊക്കി കാണിച്ചു തരാം കേട്ടോ. ദേ ഗൈസ് ജുവനൈൽ, അയ്യോ ഗൈസ് തിരിച്ച് ജുവനൈൽ സൈസ് ആവണുള്ളൂ തോന്നുന്നുണ്ട് കേട്ടോ. ദേ ഗൈസ് നമുക്ക് 2 കുഞ്ഞു മീനുകളെ കിട്ടിയിട്ടുണ്ട്. ഇട്ടുണ്ട് വെള്ളമാകെ ചെളി വെള്ളമാണല്ലോ, നമ്മൾ ക്ലിയർ വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം ഗൈസ്. നമുക്കിപ്പോൾ തൽക്കാലം കളയാം, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മീനെ മാത്രം മാറ്റാം. പണിയായില്ല ഗൈസ്. ഒരു കാര്യം ചെയ്യാം, ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ബാക്കി വന്നാൽ കുറച്ച് ഇതിലൊഴിക്കാം. അത് ഗൈസ് അപ്പോൾ നമുക്ക് ക്ലിയർ വെള്ളം കോരാം ഗൈസ്. നമ്മുടെ ഫ്രിഡ്ജ് ഏസിൽ നിന്ന് തന്നെ കോരാം. നല്ല ചൂടാണ്ട ഗൈസ്, ഇപ്പം വേർത്ത് കുളിക്കണം. അപ്പോൾ നമുക്കിനി കോരി വെക്കാം. ആദ്യത്തെ കോരലൊന്നുമില്ല. ഇതിലും ഒന്നുമില്ല. എന്താ കുഞ്ഞി സാധനങ്ങളുണ്ടല്ലോ ഇതിൽ. നോക്കിയേ ഗൈസ്, ഇതിൽ കൊതുവിൻ്റെ ലാർവകളാണ് കേട്ടോ. നമ്മുടെ കൂത്താടി സ്റ്റേജ് വിട്ട് ഇപ്പോൾ ചെമ്മീൻ പോലത്തെ പരുവത്തിലാണ്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അത്. കണ്ടിട്ട് ഇതിലധികം മീനുകളില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആ ഗൈസ് കിട്ടി ഗൈസ്. ഇതേ ഒരു പ്ലാറ്റിനം ബിഗ് ഗിയറിൻ്റെ ബേബി ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇതേ ഗൈസ് അടുത്ത് ഇത് ഗൈസ് കാണണ്ട, അടുത്ത കുട്ടി സാധനം. ഇനി വാ വീണ്ടും കോരാം. ഇത് കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ വെള്ളം വറ്റിക്കാം നമുക്ക്. കിട്ടണില്ല, വറ്റിച്ച് നോക്കാം നമുക്കിനി. ആ കിട്ടി ഗൈസ്, 2-3 എണ്ണം. ഇത് ഗൈസ് ഒറ്റയടിക്ക് 3 എണ്ണത്തിനെ കിട്ടി നമുക്ക്. 3 എണ്ണം, 2 എണ്ണം കണ്ടുള്ളൂല്ലോ. ഇതിൽ പോയാ. അപ്പോൾ ഗൈസ് ഇങ്ങനെയൊക്കെ എടുത്ത് കളയുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, ചിലപ്പോൾ പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മുക്കിച്ചുണ്ട്. അപ്പോൾ നമുക്ക് ഒരു തവണയും കൂടെ ഒന്ന് കോരിയിട്ട് പിന്നെ വെള്ളം വറ്റിച്ച് നോക്കാം. ആ അതിലും കിട്ടി ഗൈസ്. അപ്പോൾ നമുക്കിനി വെള്ളം വറ്റിച്ച് നോക്കാം ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതേ നമ്മൾ വെള്ളം കോരി കളയാനായിട്ട് സെറ്റപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീനുകളെ ഈ അരിച്ച് കളയാനായിട്ട് ഒരു അരിപ്പയും വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമുക്ക് കോരി കളയാം. ഇത് ഗൈസ് മീനെ കിട്ടി ഗൈസ്, മീനെ കിട്ടിയെന്ന് തോന്നുന്നു. നോട്ടേട്ടാ അരിച്ചു നോക്കാം നമുക്ക്. ആ ഇതേ ഗൈസ് നമ്മൾ നേരത്തെ പിടിച്ച മീൻ, ചാടിപ്പോയ മീൻ. പോകൂട്ടാ പോയി. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ വെള്ളമൊക്കെ കോരി കളയുമ്പോൾ ആദ്യം ഒന്ന് അരിച്ചിട്ട് കളയാം കേട്ടോ, അല്ലെങ്കിൽ മീനുകൾ മിസ്സാകാൻ ചാൻസ് ഉണ്ട്. ഇതിലൊന്നുമില്ല. ഇനി നമുക്ക് പെട്ടെന്ന് കോരി കളയാം. ഇതിൽ നമ്മുടെ ഈ കുളത്തിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, കണ്ടമാനം ലിറ്റേഴ്സ് ഓഫ് വെള്ളമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വെള്ളം കോരി ഒഴിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടൊരു സംഭവമാണ്. ഇതെന്താണെന്ന് മനസ്സിലായി ഗൈസ്? ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്ലൈ ഇല്ലേ, തുമ്പി, അതിൻ്റെ ലാർവ. ഇതിപ്പോൾ ഏകദേശം നന്നായി വലുതായിട്ടുണ്ട്, ചിറകൊക്കെ മുളച്ചു തുടങ്ങിയിട്ടാണ്. കണ്ട ഇത് അടിയിൽ പോയി, കണ്ടില്ലേ? എടുത്തോക്കട്ടെ കേട്ടോ, കണ്ടില്ലേ ഗൈസ്? ഇതാണ് സംഭവം. അപ്പോൾ ഇത് നമ്മുടെ വെള്ളത്തിലുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു മീനുകളൊക്കെ പിടിച്ച് തിന്നും.
അപ്പോൾ മാക്സിമം ഇതൊക്കെ വരാണ്ട് നോക്കാം. നെറ്റൊക്കെ ഇട്ടാൽ മതി, അപ്പോൾ പിന്നെ വരില്ല. അപ്പോൾ അതേ നമുക്ക് വീണ്ടും കോരിക്കളയാം. ഇപ്പോൾ ഏകദേശം ഇത്രയായിട്ടുണ്ട് വെള്ളം. കോരിക്കളയാ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കുളത്തിൽ നിന്ന് ഇത്രയും വെള്ളം കോരി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൊണ്ടമാനം ഈ ഉണക്കലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ ടാങ്കിൽ കുറച്ച് മീനുകളെ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് പതുക്കെ പിടിച്ചു തുടങ്ങാം. ഒരെണ്ണം പോകുന്നുണ്ട്, നമുക്കതിനെ പതുക്കെ പിടിക്കാം. പെട്ടെന്ന് കലങ്ങുണ്ട് ഈ വെള്ളം, നിറച്ച് അഴുക്കാണെങ്കിൽ. എന്തായാലും നമ്മുടെ മീനുകൾ ഇതിൽ പട്ടിണി കിടന്നുണ്ടാവില്ല. നിറച്ച് നമ്മുടെ ഈ എന്താ പറയുക, അസോളല്ല, ബ്ലാക്ക് അല്ലല്ല, ബ്ലഡ് വേം, ആ സാധനങ്ങളായിരുന്നു നിറച്ചും. പിന്നെ ഇതേ കണ്ടില്ല, ലാർവകൾ പ്രശ്നമാണ് എവിടെ പോയാൽ. അപ്പോൾ നമുക്ക് ഒരുവിധം മീനുകളെ കിട്ടിയിട്ടുണ്ട്. നോക്കി, ഒരു 10-12 മീനുകളൊക്കെ എടുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയും മീനുകളെ കിട്ടുന്നു, കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ടാങ്കിൽ നിന്ന് നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എല്ലാ മീനുകളെയും നമ്മൾ മാറ്റിയിട്ടുണ്ട്. കംപ്ലീറ്റ് സാധനങ്ങളും നമ്മൾ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ക്ലീൻ ചെയ്തിട്ട് ഇതിൽ വെള്ളം ഒഴിക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വലുതൊരെണ്ണം പണിയാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. നല്ല ഹ്യൂജ് എന്താ പറയുക, ഭയങ്കര വലുതൊരെണ്ണം പണിയാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ഇപ്പോൾ ഇത് റെഡി ആക്കണില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് കിട്ടിയ മീനുകളെ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നമ്മുടെ ടാങ്കിൽ നിന്ന് ഫുള്ള് മീനുകളെ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പറയാൻ ഇതിൽ ചിലപ്പോൾ ഇനിയും 1-2 ബൈ ചാൻസ് ഉണ്ടാവാം. അത് നമുക്ക് ഇനി പിന്നെ നോക്കാം. ഇത്രയും മീനുകളാണ് നമുക്കിപ്പോൾ ടോട്ടൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. കാണാൻ പറ്റില്ലേ ഗൈസ്, ഇത് ഇത്ര നമുക്ക് കിട്ടിയേക്കണം. ഏകദേശം ഒരു 10-12 ഉണ്ടെന്ന് തോന്നുന്നു, എണ്ണീട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് മൊത്തത്തിൽ കിട്ടിയേക്കുന്നത്. ഒട്ടും വിചാരിച്ചില്ല ഇത്രയും മീനുകൾ കിട്ടുമെന്ന്. ഗ്ലെയർ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ, അടിപൊളിയായി കാണിച്ചു തരാം. കണ്ടില്ല, ഇത്രയും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയേക്കുന്നുണ്ട്. പിന്നെ എന്താ അങ്ങനെ പിന്നെ നമ്മുടെ വേറെ ഒരു എമറാൾഡ് ഗ്രീൻ സംഭവം ഉണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് നമുക്ക് ആകെ ഇത്രയും ബാക്കിയുള്ളൂ കേട്ടോ. നമ്മുടെ മീനുകൾ എമറാൾഡിൻ്റെ കാണാൻ പറ്റില്ലേ, ഇതേ ആകെ ഒരു 10-12 ബാക്കിയുള്ളൂ. അതും 12 തന്നെ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള പ്ലാറ്റിനം റെഡിൻ്റെ ഫീമെയിലുകൾ. ഇത് നമ്മുടെ കയ്യിൽ ഒരു 20-22 ഒക്കെ ഉണ്ടായതാണ്. ആ തവള കയറിയിട്ട് മിക്ക എണ്ണത്തിനെ തിന്ന് തീർത്ത്. പിന്നെ ഇതിൽ അതിൻ്റെ മെയിൽസും എടുക്കുന്നുണ്ട്, ദേ കാണില്ലേ, കണ്ട നല്ല ക്വാളിറ്റി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ പ്ലാറ്റിനം ഈ ഫീമെയിൽസിനെയും മെയിൽസിനെയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് ഹൈ ക്വാണ്ടിറ്റിയിൽ നമുക്ക് സാധനങ്ങൾ ഇറക്കാം. എന്നിട്ട് പെറ്റാൻ വെച്ചാൽ നമുക്ക് എന്താ കൊറിയറൊക്കെ വഴി സെയിൽ ചെയ്യാം കേട്ടോ, അങ്ങനെയൊക്കെ. പിന്നെ നമ്മുടെ ഈ ഫ്രിഡ്ജേഴ്സ് ഇല്ലേ, ഈ ഫ്രിഡ്ജേഴ്സ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കണം. അപ്പോൾ അത് നമുക്ക് തുടർന്നുള്ള വീഡിയോസിൽ സെറ്റാക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. എല്ലാവർക്കും ബൈ.